the partners, SpaceX, NASA, CSA, ESA, Roscosmos, and JAXA for preparing us and making it possible for us to get here. And we are so excited to now be officially part of the Expedition 72. Thank you guys. And I want to say a couple of words in Japanese from here. 日本の皆さん応援ありがとうございました。元気にここまで ISS まで帰ってくることができました。明日からまた、一生懸命、希望でのサイエンスと含めていろんなタスクを頑張っていきたいと思います。ぜひ応援よろしくお願いします。Okay, thank you. Thanks a lot. Thanks a lot one more time to SpaceX and NASA for this wonderful ride. That was really fun. And thanks to all the world's aerospace industry, which works to make the dreams to come true and to take us further and further. That's really wonderful. Thanks to everyone working there. И спасибо, конечно же, отдельно это Роскосмосу и Центру подготовки космонавтов за знания и опыт, которые привели меня сюда. Будем работать славно, работать дружно во имя, во благо всего человечества. Передаю микрофон. Потерялся. I'd like to just say again, thank you to SpaceX for the awesome ride up here. As a rookie, that was one of the coolest things I've ever done, and I can't wait to get to work up here. So excited for the 4 pilots and us that just got to get to space together, and now we're 4 astronauts together. So thank you to all of our friends and families, and thank you to all of the instructors and all of the ground teams who got us here. Can't wait to get started. And Houston, thank you for tuning in this early morning. It was a wonderful day. Great to see our friends arrive. So thank you so much. Thanks to all participants. Station, we're now resuming operational audio comm. SpaceX ക്രൂ 10 സംഘം ബഹിരാകാശ നിലയത്തിൽ എത്തിച്ചേർന്ന് അവർ സുനിത വില്യംസനും ബുച്ച് വിൽമോറിനും അടുത്തെത്തി എടുത്ത വീഡിയോയാണ്. അതാണ് ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. നാസ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ്. കാര്യങ്ങളെല്ലാം നാസ പ്ലാൻ ചെയ്തതുപോലെ കൃത്യമായ പ്ലാനിങ്ങോടെ തന്നെ ഒരു പിഴവില്ലാതെ നടന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. 8 ദിവസത്തെ ബഹിരാകാശ യാത്രയ്ക്കായാണ് ബുച്ച് വിൽമോറും സുനിത വില്യംസും പോകുന്നത്. പക്ഷേ അവർ 9 മാസം ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങുന്ന സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത്. അവരെ അവിടെ നിന്നും തിരിച്ച് ഭൂമിയിലേക്ക് മടക്കി എത്തിക്കുക എന്നതും വളരെ പ്രധാനപ്പെട്ട ദൗത്യമാണ്. മടക്കം 19 തന്നെ എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുന്നത്. ഇപ്പോൾ മനീഷ് ഐഷ മാത്യു ആണ് സയൻസ് ഡെസ്കിൽ നിന്നും ചേരുന്നത്. മനീഷ്, ലോകം കാത്തിരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നാസ പങ്കുവച്ചത്. വളരെ വളരെ സന്തോഷം തരുന്ന, പ്രതീക്ഷ പകരുന്ന ദൃശ്യങ്ങൾ പങ്കുവച്ചിരിക്കുന്നു. സുനിത വില്യംസ് അടക്കമുള്ളവർ നന്ദി പറയുന്നത് ആ ക്രൂ 10 സംഘം അവിടെ എത്തിയിട്ട് എല്ലാവരെയും അഭിസംബോധന ചെയ്യുന്ന, അങ്ങനെ എല്ലാവരും പ്രതീക്ഷിച്ച ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ പ്രേക്ഷകരെ കാണിച്ചത്. എല്ലാം കൃത്യം നാസ വിചാരിച്ചതുപോലെ, പ്ലാൻ ചെയ്തതുപോലെ തന്നെ മുറയ്ക്ക് നടക്കുന്നു. 19 തന്നെ ഇരുവരെയും ഭൂമിയിലേക്ക് തിരിച്ചെത്തിക്കാൻ കഴിയും എന്ന് കരുതാമല്ലേ?
ലക്ഷ്മി, തീർച്ചയായും ക്രൂ 10 സംഘം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തിയതിന്റെ ലൈവ് ദൃശ്യങ്ങളാണ് നമ്മൾ അല്പസമയം മുമ്പ് കണ്ടത്. ഈ യാത്ര തുടങ്ങിയപ്പോൾ തന്നെ, ഇത്തരം യാത്ര നടത്തുമ്പോഴൊക്കെ തന്നെ നാസ ഇത്തരത്തിൽ ലൈവ് ഫീഡുകൾ നൽകാറുണ്ട്. ആ ലൈവ് ഫീഡ് എന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പം അല്പസമയത്തിന് മുമ്പ് കണ്ടത്. എന്തായാലും ഇന്ത്യൻ സമയം മാർച്ച് 15 പുലർച്ചെ 4:33 ഈ ക്രൂ 10 എന്ന് പറയുന്ന സംഘം, ക്രൂസെന്റിന്റെ 4 അംഗ സംഘം ഭൂമിയിൽ നിന്ന് പുറപ്പെടുന്നത്. അവർ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള വാർത്ത. ഇനിയും നിലവിൽ ഇപ്പോൾ അവിടെ ക്രൂ 9 ഉണ്ടായിരുന്ന 4 പേര്, അതോടൊപ്പം തന്നെ റഷ്യയിൽ നിന്നുണ്ടായിരുന്ന 3 ബഹിരാകാശ സഞ്ചാരികളുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ എത്തിയിരിക്കുന്ന 4 പേര്, അങ്ങനെ മുഴുവൻ 11 ബഹിരാകാശ യാത്രികരാണ് നിലവിൽ ഇപ്പോൾ ഈ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലുള്ളത്. ഇനിയും അവിടെ ചില ഔദ്യോഗികമായിട്ടുള്ള ചടങ്ങുകൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. അതായത് ഈ അധികാര കൈമാറ്റം അത് പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. അതിനു മുമ്പ് ഇവർ ഈ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തിക്കഴിഞ്ഞിട്ട് സ്വയം പരിചയപ്പെടുത്തുന്ന ദൃശ്യങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. പരസ്പരം ആലിംഗനം ചെയ്യുന്നത്. നിലവിലപ്പോൾ അവിടെ ഉള്ള 7 പേരുണ്ട്. അവരെ പരസ്പരം ആലിംഗനം ചെയ്യുന്നതും അതിനുശേഷം ഇവർ തമ്മിൽ പരിചയം പുതുക്കുന്നതും, അതിനോടൊപ്പം തന്നെ പുതിയ സ്റ്റേഷനിലേക്ക് ആളുകൾ എത്തുമ്പോൾ, അതായത് ഈ ഒരു 6 മാസത്തെ കാലാവധിക്കിടയിൽ പുതിയ 4 അംഗ സംഘം വരും, പഴയ 4 പേർ മടങ്ങും. അങ്ങനെയാണ് അതിന്റെ ഒരു രീതി ഉണ്ടാവുക. അപ്പോൾ അത്തരത്തിൽ 4 പേർ പുതിയതായി എത്തുമ്പോൾ ഫോട്ടോ എടുക്കുന്ന ഒരു രീതിയൊക്കെ തന്നെ നിലനിൽക്കുന്നുണ്ട്. അവരൊരു കാലങ്ങളായിട്ട് ചെയ്തു വരുന്നതാണ്. അപ്പൊ അതിനു വേണ്ടിയുള്ള അവരുടെ ആലിംഗനങ്ങളും അതിനുശേഷമുള്ള അവരുടെ ഫോട്ടോ സെക്ഷനും അതിനുശേഷം ഈ ഭൂമിയിലുള്ള സംഘത്തോട് അവർ സംസാരിക്കുന്നതൊക്കെയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. അതാണ് ഈ ലൈവ് ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നത്. നഗരത്തിൽ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകാതെ തന്നെ സ്പേസ് എക്സിന്റെ ഡ്രാഗൺ പേടകം അവരെ അവിടെ സുരക്ഷിതമായി എത്തിച്ചു എന്നുള്ളതാണ്. ഇനിയും മടക്കയാത്രയാണുള്ളത്. ഈ ഔദ്യോഗികമായ ചില ഈ അധികാര കൈമാറ്റം അടക്കമുള്ള ചില പ്രക്രിയകൾ കൂടി പൂർത്തിയാക്കിയതിനു ശേഷം ഈ ക്രൂ 10 സംഘം അവിടെ തുടരും. അതിനുശേഷം ക്രൂ 9 സംഘം അവിടെ നിന്ന് പുറപ്പെടും. ഈ ക്രൂ 9 സംഘം പുറപ്പെടുക, ഈ ക്രൂ 9 സംഘം നേരത്തെ എത്തി, അതായത് ക്രൂ 9 സംഘം എത്തിയിരിക്കുന്ന അതേ പേടകത്തിൽ തന്നെയാണ് അവർ മടങ്ങുക. ഇപ്പോൾ നിലവിൽ ഇവിടെ നിന്ന് പോയിരിക്കുന്ന സ്പേസ് എക്സിന്റെ ഡ്രാഗൺ പേടകം അവിടെ തുടരും. അതിന് ആ പേടകം ഇനി മടങ്ങിയെത്തുക എന്ന് പറയുന്നത് അടുത്ത ക്രൂ 11 സംഘം അവിടെ എത്തുമ്പോഴായിരിക്കും ആ പേടകം മടങ്ങിയെത്തുക. ഏത് പേടകത്തിലാണോ യാത്ര പുറപ്പെടുന്നത് ആ പേടകത്തിൽ തന്നെയായിരിക്കും ഈ സംഘം മടങ്ങി വരിക എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത. എന്തായാലും യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാതെ തന്നെ സ്പേസ് എക്സിന്റെ ഡ്രാഗൺ പേടകം അവിടെ എത്തുകയും പ്രക്രിയകൾ പൂർത്തിയാക്കി അവർക്ക് അവിടെ പ്രവേശിക്കാൻ കഴിയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അതിനുശേഷം അതായത് ഈ അവരുടെ ഔദ്യോഗികമായ ചില ചടങ്ങുകൾ പൂർത്തിയാക്കിയതിനു ശേഷം ഈ സുനിത വില്യംസും വിൽമോറും അടങ്ങുന്ന അവർക്കൊപ്പം തന്നെ ഈ ക്രൂ 9 ഭാഗമായി അവിടേക്ക് എത്തിയ 2 ബഹിരാകാശ യാത്രികൾ കൂടിയുണ്ട്. അവർ അടങ്ങുന്ന 4 അംഗ സംഘം ഭൂമിയിലേക്കുള്ള യാത്ര തിരിക്കും. മാർച്ച് 19 അവരവിടെ നിന്ന് തിരിക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ അവർക്ക് മാർച്ച് 19 തന്നെ നാട്ടില് ഈ ഭൂമിയിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നാണ് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ ക്രൂ 9 പേടകത്തിന്റെ പരിശോധനകളൊക്കെ പൂർത്തിയാക്കേണ്ടതുണ്ട്. അത്തരത്തിൽ പരിശോധനയൊക്കെ പൂർത്തിയായി അവർ യാത്രയ്ക്ക് തയ്യാറായി കഴിഞ്ഞാൽ പിന്നെ അധികം വൈകാതെ തന്നെ ഭൂമിയിലേക്ക് എത്തും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ലക്ഷ്മി, മനീഷ് മാത്യു ആണ് വിവരങ്ങൾ പങ്കുവച്ചത് സയൻസ് ഡെസ്കിൽ നിന്ന്.